UDF-ന്റെ ഒരു സാധ്യത എന്താണ്, എങ്ങനെയാണ് കാണുന്നത്? 100%, 99 അല്ല 100% ജയിക്കും. എന്താണ് അങ്ങനെ കോൺഫിഡൻസിന് കാരണം? സർക്കാരിന്റെ നേട്ടങ്ങളാണോ അല്ലെങ്കിൽ സംഘടനാ ബലമാണോ? രണ്ടും പ്രത്യേകിച്ച് അത് UDF-ന്റെ ഒരു കോട്ടയാണ്. രണ്ടും അതൊക്കെ പഴങ്കഥയാണ്. ആ കോട്ടയൊക്കെ പൊളിയും. അത് UDF-ന് അറിയാമല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാവും. അതും ഉണ്ടാകും. പൊട്ടിപ്പോയ സോപ്പ് കുമ്പള, അത് വിട്ടുകളാ. സോപ്പ് കുമ്പള പൊട്ടിപ്പോയി കഴിഞ്ഞു. നിങ്ങൾ ഊതിപ്പരിപ്പിച്ചാൽ അത് പിന്നെ ജനിച്ചു വരില്ല. സോമർ സർക്കാരിനെതിരായി വലിയ വിമർശനങ്ങൾ, പല പ്രശ്നങ്ങൾ, അത്തരം വിഷയങ്ങളൊക്കെ സ്വാഭാവികമായി ചർച്ച ചെയ്യുമല്ലോ. പക്ഷേ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്. കാരണം ജനങ്ങളെ അറിയാം, ലെഫ്റ്റിൻ്റെ രാഷ്ട്രീയം അറിയാം, LDF-ൻ്റെ കട്ടുറപ്പിനെ അറിയാം. അതുകൊണ്ട് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങൾ ജയിക്കാൻ പോകുകയാണ്. ആ വിജയത്തിൽ ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പലതും ചേലക്കര ഒഴികെ LDF-ന് പരാജയമാണ് ഉണ്ടായത്. അതെന്തിനും ഒഴിച്ചതെന്തിനാ? അത് ഒഴിക്കണ്ടല്ലോ. ചേലക്കര പിടിച്ചെടുത്തില്ലേ? അതന്നെ. പക്ഷേ സംസ്ഥാന സർക്കാരിന് 4ാം വാർഷികാഘോഷം നടക്കാണല്ലോ. അതിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ധൂർത്താണ് എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം. വാർഷികം ആഘോഷിക്കാത്ത UDF ഉണ്ടെങ്കിൽ അവർ വരട്ടെ. അല്ലല്ല, വാർഷികാഘോഷത്തിൻ്റെ കൂടെ പൂർണ്ണമായിട്ട് CPI ഉണ്ട്. UDF വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാർഷികം ആഘോഷിക്കാത്ത UDF ഉണ്ടെങ്കിൽ ആ UDF വരട്ടെ. സർക്കാർ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് പറയുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ 100 കോടി രൂപയ്ക്ക് ചെലവാക്കിയുള്ള ഒരു വാർഷികാഘോഷം അനിവാര്യമാണ്. ധൂർത്തൊന്നും ഉണ്ടാവില്ല. പരസ്യത്തിനടക്കം കോടികൾ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്.